ഹലോ, നമ്മൾ ഈ ബിരിയാണിയുടെ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എന്താണ്, കാണാൻ നല്ല രസമുണ്ടല്ലോ, കാണാൻ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല, പക്ഷേ കാണാനൊക്കെ കൊള്ളായിരുന്നു കേട്ടോ ചേച്ചി, അതിൻ്റെ വീഡിയോ ഇടാൻ പാടില്ല ഞാനൊക്കെ ചോദിച്ചു. അപ്പോൾ അവരുടെ പിന്നെ അങ്ങ് ഇട്ട് കളഞ്ഞേക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ സവാള എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വറുക്കാനുള്ളതും നമുക്ക് ഗ്രേവിക്ക് വേണ്ട സവാള ഒന്നിച്ചെടുത്താണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, പച്ചമുളക് മൂന്നും മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി ഓൾറെഡി പൊളിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, കൊണ്ടിട്ട് ഞാൻ മിക്സിയിൽ ഉള്ളിയും ചതച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അല്പം തൈരും കൂടി ചേർത്തിട്ട് ബീഫ് ചേർത്ത് വേവിച്ചെടുക്കണം കേട്ടോ. ബീഫിലുള്ള വെള്ളം അധികം ഉണ്ടെങ്കിൽ അത് പറ്റിച്ച് നല്ല ഗ്രേവി ആക്കി എടുക്കണേ. ഇതിനിടയിൽ കുറച്ച് സവാള നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. റൈസിന് നമ്മൾ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഇത്തിരി നാരങ്ങാനീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കറക്റ്റ് ആ വേവാകുമ്പോഴത്തേനും അരി കറക്റ്റ് പൊങ്ങി വെള്ളം എല്ലാം വറ്റി നിൽക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം ഞാൻ കറിയിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ആ ഗ്രേവിയിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കറി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി റൈസ് പകുതിയോളം അതിലേക്ക് കൊട്ടിയിട്ട് കശുവണ്ടി, മുന്തിരി, പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച സവാള, പിന്നെ കുറച്ച് എസെൻസും, പിന്നെ നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തൊരു സാധനം, നമ്മുടെ ഇറച്ചി വെന്ത് വന്നപ്പോഴത്തേനും അതിൽ നിന്ന് കുറച്ച് നെയ്യ് കൂടുതലായതുകൊണ്ടിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നെയ്യ് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ആ നെയ്യും ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചീര, പുതിനയില ഇതും മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ മാറ്റി വെച്ചേക്കണ ഗ്രേവിയും ആ മസാലയും പിന്നെയും റൈസ് ഇട്ടിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റോളം നമ്മൾ ഗ്യാസ് അടുപ്പിൽ സിമ്മിലിട്ടിട്ട് മേളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുക്കാം. അതിന് ശേഷം എടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് ബിരിയാണി വിളമ്പാവുന്നതാണ്. അപ്പോൾ പപ്പടം വേണമെങ്കിൽ പപ്പടം വറുത്തെടുക്കാം, മുട്ട വെക്കുന്നവർക്ക് അങ്ങനെ മുട്ട വെച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്പം നെയ്യ് തൂക്കി കൊടുക്കണം കേട്ടോ. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. പിന്നെ ഒരു കാര്യം, ബിരിയാണിക്ക് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർക്കാറുണ്ട്, പക്ഷെ നമ്മളതൊന്നും ചേർക്കാറില്ല കേട്ടോ. നമ്മളൊരു ഇത്തിരി വെള്ളത്തിൽ നേരിയൊരു മഞ്ഞൾ കലക്കി അങ്ങനെയാണ് ചേർക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നു, ആ ഗ്രേവിയിൽ ആ നെയ്യ് ഉണ്ടായിരുന്നു കൊണ്ടിട്ട് അതാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.